ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇങ്ങോട്ട് നോക്കി പറയാ. ഇന്ന് ഭയങ്കര വിശേഷപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ. പക്ഷേ എന്താ ഈ കോലം നോക്കണ്ട, പനിച്ച് വരച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കോലത്തിൽ വന്നേക്കണത്. പിന്നെ നമ്മുടെ കുഞ്ഞുമണീൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. നാളാണ്. ഇന്നും നാളെയായിട്ട് നാളെ വരുന്നത്. പനി കാരണം കൊണ്ട് കഴിക്കാൻ പറ്റണില്ല. അപ്പോൾ ഉള്ള ഒരു ഇതിൽ നമുക്ക് ചെറിയ രീതിയിൽ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നല്ലോണം വയ്യ. ആകെ അവൾക്ക് വയ്യായിരുന്നു ഒരാഴ്ചയായിട്ട്. 2 ആഴ്ച അവൾക്കും മാറിയിട്ടില്ല. നാളെയും ചെക്കപ്പുള്ള ദിവസമാണ് ഇന്നും. അപ്പോൾ ഞാനൊക്കെ വയ്യാതിരിക്കുകയാണ്. സൗണ്ടൊന്നും റെഡി ആയിട്ടില്ല. 2 ആഴ്ചയായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളൊന്നും നടക്കണില്ല. പ്രാക്ടീസൊന്നും നടക്കണില്ല. ഒന്നും നടക്കണില്ല. അങ്ങനെ ഓഫീസ് വർക്ക് ഒന്നും നടക്കണില്ല. അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ എന്താ പറയുക, കുറച്ചൊന്ന് ബെറ്റർ ആയപ്പോൾ എന്നാൽ ശരി, മോളുടെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ഇതിൽ തീരുമാനത്തിലെത്തി. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഏട്ടൻ വാങ്ങിക്കൊണ്ട് തന്നു. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ കലാപരിപാടികൾ നടത്തിയിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നാളത്തേക്ക് റെഡിയാക്കാൻ പറ്റണം എന്നുള്ളൊരു വിശ്വാസത്തിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ കുഞ്ഞുവാവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുഞ്ഞാവ പറയൂ. നാളെ കേക്ക് മുറിക്കാൻ, പക്ഷെ സദ്യ ഉണ്ടാക്കണ്ടേ? നാളെ പായസം വെച്ചിട്ടുണ്ടേ. നാളെ പായസം ഉണ്ടാക്കി തരണ്ടേ? പറ. പിന്നെ സദ്യ ഉണ്ടാക്കണ്ടേ? സദ്യ ഉണ്ടാക്കണം, പായസം ഉണ്ടാക്കണം. ആ ഓക്കെ. പിന്നെ ആ അപ്പൊ എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ആ ശരി, അതുകൊണ്ട് ചായ കുടിക്കാം. ഓക്കെ. അതുകൊണ്ട് പായസവും വയ്ക്കണം. അവിടെ വെക്കി. അത് പൊട്ടിക്കഴിഞ്ഞാൽ പെറുക്കാൻ പറ്റില്ല. ഇവിടെ വെക്കി. ആ ശരി. ശരി. പിന്നെ അപ്പൊ നാളെ കാണാന്ന് പറയും. ആ അപ്പൊ എല്ലാരും വേണ്ടി പ്രാർത്ഥിക്കണം പറ. പിന്നെ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറയണേ പറയും. ഓക്കെ, നാളെ വരാൻ പറയും. കണ്ടോ, കുട്ടി പണിയെടുത്തിട്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യണല്ലേ? ആ നാളെ വരാ പറയും. ബൈ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ലച്ചു. ലച്ചു നല്ല ഉറക്കമാണ്. ഞാൻ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു, ചോറ് വെച്ചു, വെള്ളം വെച്ചു, ഓലനുള്ളത് അടുപ്പത്തിട്ടു. പിന്നെ ഉപ്പേരി ഉണ്ടാക്കാനുള്ളതാണ് നെക്സ്റ്റ് പരിപാടി. കുറേ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടെന്നാൽ തന്നെ ചായയൊക്കെ കൊടുന്ന് കൊടുത്തപ്പോഴേക്കും പാലുവെള്ളമൊക്കെ അതെ, അവിടെ മൗഷ്മി കൊടുന്നിട്ട് ഗിഫ്റ്റ് കൊടുന്നു. അത് എടുക്കാൻ പറ്റിയില്ല, കാരണം നോക്കട്ടെ സ്കൂൾ ടൈം ആയില്ല. അപ്പം ചന്തണ്ടോ? ഉടുപ്പ് നോക്ക്, അടുക്ക് നോക്കട്ടെ. അമ്പോ, തിരിച്ചു വെക്കി. സുന്ദരിയായിണ്ടല്ലോ. ഇങ്ങനെ പിടിക്ക്. കൂലി കഴിഞ്ഞിട്ട് അമ്പലത്തേക്ക് പോകുമ്പോൾ ഇട്ടോളൂ. അമ്മനെ കൊണ്ടൊന്ന് പാടിയേക്കാട്. ഒന്ന് പോകാനാ വിചാരിച്ച് പോയി. ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ ചെറിയൊരു സദ്യ റെഡിയാക്കിയിട്ടുണ്ട്. ചോറ്, സാമ്പാർ, ഓലൻ, അവിയൽ, ഉപ്പേരി, പുളിയിഞ്ചി, ഇഞ്ചിത്തൈര്, അച്ചാർ, മസാലക്കറി, 2 ടൈപ്പ് പായസം. ഇത്രയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. പപ്പടം. ഓക്കെ, ഇത്രയാണ്
അപ്പോൾ അവൾ ഹാപ്പി ആയിട്ട് കഴിക്കുന്നത് കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി. പിന്നെ രാത്രിത്തെ അംഗമാണ്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ദച്ചുവിൻ്റെ പിറന്നാളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പിറന്നാളൊക്കെ കഴിഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ശരി ആള് വയ്യാതെ പോയി. അവിടെ കുഞ്ഞുവാവ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കാട്ടിക്കൊടുക്ക്. ആരെടുത്തന്നെ പറ. വല്യമ്മി മോശും ഇണ്ണിയും കൂടെ അല്ലേ, ചേച്ചി ഇണ്ണിയും കൂടെ തന്നതാണ്. ഏത് മേമ? മിനി മേമ. പേശിയാൻ്റിയും ആദ്യേട്ടനും. ഇതും നിക്ക് അതിൻ്റെ ട്രൗസർ. ഇത് ഇതാരാ വാങ്ങി തന്നെ? ആദ്യൻ്റെ അല്ല, ആദ്യേട്ടൻ. അതിൻ്റെ ട്രൗസർ ട്രൗസറല്ല, മിഡിയാണ്. നീ ഇത് അല്ല, അതിൻ്റെ കൂടെ ഉള്ളതാ. ചവിട്ടൽ. അവിടെ വെക്ക് അതിൻ്റെ കൂടെ വെക്ക്. ഇതാരാ വാങ്ങി തന്നെ? അതിൻ്റെ ശൗശര്. ഇതതിൻ്റെ ശൗശര കാണിച്ചു കൊടുക്ക്. എല്ലാവർക്കും എൻ്റെ സമ്മാനം ഇഷ്ടമായോ? ചിക്ക് ലൈക്ക് ചെയ്യണേ, കമന്റ് ഇടണേ. എൻ്റെ ബർത്ത്ഡേ ആണേ. ഓക്കേ, ഞാൻ കുറച്ച് സാധനങ്ങളും കൂടി ഏറ്റി വരുന്നുണ്ട്. വേഗമാ. ഇതെന്തൊക്കെയാ പറഞ്ഞ? ഇട്ട് നോക്കാം. തിരിച്ച് ഇങ്ങോട്ട് നോക്കിയിട്ട് ചന്ദണ്ണ ചിക്ക്. ഇതാരാ വാങ്ങിത്തത്? ഓക്കെ, ഇവിടെ വയ്ക്കൂ. ഇനി ഇത് പട്ടുപാവാട അടിക്കാനുള്ള തുണി. പട്ടുപാവാട അടിക്കണം. അത് നിവർത്തണ്ട. അത് മടക്കി വെക്കണം. ഒതുങ്ങിയിരിക്കും. അത് പട്ടുപാവാട അടിക്കാനുള്ളതാ. അവിടെ വെക്കും. എന്നാ ഇത് നോക്കിക്കോ. മതി. മതി. മടക്കി വെക്കാനുള്ള പണി ഉണ്ടാക്കി തന്നു. താങ്ക് യു. ഇനി ഇത് ലെഹങ്ക, അത് ഷാള്, ഇത് പാവാട. അയ്യോ, അതാ കൊണ്ടെടുത്തേക്കാൻ പോയിട്ടുണ്ട്. പാവാട നിങ്ങൾ വെച്ച് നോക്ക്. പാവാട വെക്ക് നോക്കട്ടെ. അത് ഇട്ട് നോക്കാൻ പറ്റില്ല, വള്ളിയില്ലല്ലോ. ഇനി അതിനായിട്ട് അടിക്കാനുള്ള ടോപ്പ്. അത് ടോപ്പൊന്നും നിർത്തണ്ട. അത് ടോപ്പ് അടിക്കാനുള്ളത്. ഓക്കെ, മതി. കഴിഞ്ഞു. മതി. അപ്പം എൻ്റെ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞു പറ. കഴിഞ്ഞിരിക്കുകയാണ്. എടുത്തു വയ്ക്കാം. ഓക്കെ.
അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഞങ്ങളെല്ലാവരും മരുന്നും കഴിച്ചിട്ട് ഇനി കിടക്കാൻ നോക്കട്ടെ. ബൈ.